എക്കാലത്തെയും വലിയ ഭീകരാക്രമണം കുറേ കാലം ലോകം മനസ്സിലാക്കാതെ പോയതെങ്ങനെ? പോളിയോ തുള്ളിമരുന്ന് വീണ്ടും വാർത്തയിൽ. ഹോളിവുഡ് ഹിറ്റ്ലറുടെ വരുതിയിലായിരുന്ന ഒരു കാലമുണ്ട്. പരേതന്മാർ മരിച്ചിട്ടില്ല. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. 3 സംഭവങ്ങൾ. സത്യം അന്വേഷിച്ച് കണ്ടെത്താൻ താല്പര്യമുള്ളവർക്ക് 3 പാഠങ്ങൾ. 1. ഡൽഹിയിലെ ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ മാധ്യമപ്രവർത്തകരെ നാണിപ്പിക്കുന്ന അന്വേഷണ പാടവം കാണിച്ചത്. 2. പുതുപുത്തൻ സാങ്കേതിക വിദ്യ എങ്ങനെ വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കാൻ ഉപയുക്തമാക്കാം എന്ന്. A huge amount of upheaval going on in media, and most of you probably know this from the business angle, which is that the business model is pretty screwed and മൂന്ന്, ശക്തമായ ഒരു ഭരണകൂടം സത്യത്തെ അടിച്ചമർത്താനും മാധ്യമപ്രവർത്തകർ സത്യം പുറത്തു കൊണ്ടുവരാനുമായി പരസ്പരം എതിരിട്ട് നിന്ന കഥ. ഒടുവിൽ പറഞ്ഞതാവട്ടെ ആദ്യം. വിഷയം ഹിരോഷിമയും നാഗസാക്കിയും, ജപ്പാനിലെ നഗരങ്ങൾ. 1945 രണ്ടാം ലോക യുദ്ധത്തിനൊടുവിൽ അമേരിക്ക ആണവ ബോംബിട്ട് നശിപ്പിച്ചവ. ഇക്കഴിഞ്ഞ ആഴ്ച ഓഗസ്റ്റ് 6-നും 9-നും ഈ ഭീകരാക്രമണങ്ങളുടെ വാർഷികങ്ങളായിരുന്നു. അന്ന് ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ 2 ലക്ഷം പേർ മരിച്ചു. 9-ന് നാഗസാക്കിയിൽ 1.5 ലക്ഷത്തോളം പേരും കൊല്ലപ്പെട്ടു. മരിച്ചവരെക്കാൾ ഭാഗ്യം കെട്ടവരാണ് ബാക്കിയായവർ. ആണവ വികിരണം മൂലം തലമുറകളോളം മാരക രോഗങ്ങൾ അവരെ കൊല്ലാതെ കൊല്ലുന്നു. ഇതിനേക്കാൾ മാരകമായിരുന്നു സത്യത്തെ അമേരിക്ക അടിച്ചമർത്തിയ രീതി. 2 നഗരങ്ങളിലും റേഡിയേഷൻ ഒട്ടുമില്ലെന്ന് അമേരിക്കൻ അധികൃതർ പ്രഖ്യാപിച്ചു. എന്നാൽ അവിടെ ശേഷിച്ച US പട്ടാളക്കാരിലും നാട്ടുകാരിലും വിചിത്രമായ ഒരു ബോംബ് രോഗം മറച്ചു പിടിക്കാൻ അവർക്കായില്ല. പത്രങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു അവിടെ. ഹിരോഷിമയിൽ സെപ്റ്റംബർ 3-ന് ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റ് വിൽഫ്രിഡ് ബർച്ചറ്റ് ചെന്ന് വിശദമായ റിപ്പോർട്ട് അയച്ചു. സെപ്റ്റംബർ 6-ന് ഷിക്കാഗോ ഡെയിലി ന്യൂസ് റിപ്പോർട്ടർ ജോർജ് വെല്ലർ നാഗസാക്കിയിലെത്തി അവിടുത്തെ വിവരങ്ങൾ പത്രത്തിനയച്ചു. എന്നാൽ സൈനിക സെൻസർമാർ ഇത് വെട്ടിക്കളഞ്ഞു. കുറെ കഴിഞ്ഞ് 2005-ൽ വെല്ലറുടെ മകൻ ആന്റണി ഈ റിപ്പോർട്ട് കണ്ടെത്തുകയും ഫസ്റ്റ് ടു നാഗസാക്കി എന്ന പുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. ബർച്ചറ്റിന്റെ റിപ്പോർട്ട് കോളിളക്കമുണ്ടാക്കി. പത്രക്കാരെ കൂടുതൽ നിയന്ത്രിക്കാനായിരുന്നു US തീരുമാനം. അതിനിടെ ബോംബുകൾ ഉണ്ടാക്കിയ ആഘാതം പഠിക്കാൻ ജപ്പാൻ അധികൃതർ തീരുമാനിച്ചു. നിപ്പോൺ എയ്ഗാഷ എന്ന ന്യൂസ് റീൽ കമ്പനിയോട് 2 നഗരങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ എടുക്കാൻ പറഞ്ഞു. ഇതറിഞ്ഞ അമേരിക്കൻ പോലീസുകാർ ഷൂട്ടിംഗ് നിർത്താൻ കൽപ്പിച്ചു. ഫിലിം എടുത്തതെല്ലാം അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തു. ഫലമോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ നരമേധത്തിലെ ഒറ്റ ചിത്രം പോലും എവിടെയും വെളിച്ചം കണ്ടില്ല. 1952-ൽ ലൈഫ് മാഗസിനാണ് ആദ്യമായി 5 ഫോട്ടോകൾ പുറത്തുവിടുന്നത്. അമേരിക്കയ്ക്ക് വേണ്ടി ജനറൽ ഡഗ്ലസ് മകവേൺ ജപ്പാൻകാരുടെ ഫിലിം അടക്കമുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ച് പെന്റഗണ് സമർപ്പിച്ചു. അതവർ തമസ്കരിച്ചു. 30-ലേറെ വർഷം കഴിഞ്ഞിട്ടാണ് അത് പുറത്തു വന്നത്. ഗ്രെഗ് മിച്ചലിന്റെ അറ്റോമിക് കവർ അപ്പ് ദ ഗ്രേറ്റസ്റ്റ് മൂവി നെവർ മെയ്ഡ് എന്ന പുസ്തകം ഇതിനെപ്പറ്റിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ ബോംബാക്രമണത്തിന് ഉത്തരവിട്ടത് പോലും അനാവശ്യമായിരുന്നുവെന്ന് പിന്നീട് പത്രപ്രവർത്തകർ തെളിയിച്ചു. ജപ്പാൻ കീഴടങ്ങാൻ സന്നദ്ധമായ ശേഷമായിരുന്നു ബോംബാക്രമണം. സെപ്റ്റംബർ 11-ലെ ഭീകരാക്രമണം ഓർക്കുക. മരിച്ചത് 3000 പേർ. അതിന് നൽകിയ പ്രചാരണം അതിഗംഭീരം. പക്ഷേ 2 നഗരങ്ങൾ ചുട്ടരിച്ച ഓഗസ്റ്റ് 6-ഉം 9-ഉം എത്ര ഫലപ്രദമായാണ് മൂടിവെക്കപ്പെട്ടത്.
രണ്ടിലും കൂടി മരിച്ച 3.5 ലക്ഷം മനുഷ്യർക്ക് വേണ്ടി പറയാൻ ആരുണ്ട്? മാധ്യമങ്ങളുടെ വായ മൂടിയാണ് ജപ്പാനിലെ സത്യം അമേരിക്ക മറച്ചു പിടിച്ചതെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ സർക്കാരും മാധ്യമങ്ങളും മറച്ചുവെച്ചത് കണ്ടെത്താൻ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ശ്രമത്തെപ്പറ്റി കൂടി കേൾക്കുക. ഈയിടെ വാർത്തയിൽ വന്ന ബട്ട്ല ഹൗസ് സംഭവത്തെപ്പറ്റി കഴിഞ്ഞ 2 ലക്കങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. എങ്കിലും ഇത്തവണ മാധ്യമങ്ങളെ തോൽപ്പിച്ച ആക്ടിവിസ്റ്റുകളെ പറ്റിയും പറയേണ്ടതുണ്ട്. ഡൽഹി ജാമിയ നഗറിലെ ബട്ട്ല ഹൗസിൽ 2008 നടന്ന ഏറ്റുമുട്ടലിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് മാധ്യമങ്ങൾ ഏറെയും പരാജയമാണ്. കള്ളക്കേസുകൾക്ക് പേരെടുത്ത ഡൽഹി പോലീസിന്റെ ഭാഷ്യം അതേപടി ആവർത്തിക്കുന്നതിലുപരി അവർ അന്വേഷണം നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ 4 വർഷത്തിൽ 555 വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ നടന്നതായി മനുഷ്യാവകാശ കമ്മീഷനിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കെ ബട്ട്ല ഹൗസിൽ നടന്നത് ഡൽഹി സ്ഫോടനങ്ങൾ തെളിയിക്കാൻ എന്ന പേരിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലായിരുന്നുവെന്ന് പല നാട്ടുകാരും ആക്ടിവിസ്റ്റുകളും പറയുന്നു. മനുഷ്യാവകാശ കമ്മീഷനും കോടതികളും പോലീസ് ഭാഷ്യം ഏറ്റെടുത്തപ്പോഴും ഇവർ മറിച്ചുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നു. മാധ്യമങ്ങളാവട്ടെ ഒന്നുകിൽ പ്രവീൺ സ്വാമിയെ പോലെ പോലീസ് ഭാഷ്യം പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം റിപ്പോർട്ടർമാരെ പോലെ അലസമായി ആ ഔദ്യോഗിക ഭാഷ്യം പറഞ്ഞ് കൂടുതൽ അന്വേഷിക്കാതെ വിട്ടുകളയുന്നു. Butler House encounter case to tomorrow. That's right, till tomorrow afternoon. The prosecution today demanded that दिल्ली पुलिस के लिए राहत लेकर आया और ये फैसला इसलिए भी बड़ा है क्योंकि 2008 Butler House encounter case, 5 years after the very controversial shootout in which a police officer was killed. A 7-member team led by Mohan Chand Sharma landed in Butler House area after receiving specific information that men connected to the Delhi blasts were living in the region. the court had convicted Ahmed of murder and attempt to murder charges earlier. ഈ സാഹചര്യത്തിലാണ് ആക്ടിവിസ്റ്റുകളുടെ ഇടപെടൽ പ്രധാനമാകുന്നത്. ഉദാഹരണത്തിന് ഏറ്റുമുട്ടൽ വ്യാജമാണെന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ തെളിവുകൾ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. വലിയ മാധ്യമപ്രവർത്തകർ അതൊന്നും അന്വേഷിച്ചില്ല. ഒരാൾ അത് പുറത്തു കൊണ്ടുവന്നു. ജേർണലിസ്റ്റും വിവരാവകാശ പ്രവർത്തകനുമായ അഫ്രോസ് ആലം സാഹിലാണ് RTI പ്രകാരം ചോദ്യം ഉന്നയിച്ച് വിവരങ്ങൾ സമ്പാദിച്ചത്. ആ വിവരങ്ങൾ 2010 കോളിളക്കമുണ്ടാക്കി. പോലീസ് ഇരകളെ മർദ്ദിച്ചതിൻ്റെയും കുനിച്ചിരുത്തി മൂർധാവിൽ വെടിവെച്ചതിൻ്റെയും തെളിവുകൾ പോലീസിൻ്റെ ഭാഷ്യം സംശയാസ്പദമാക്കി. കൂടുതൽ വിശദമായ പഠനങ്ങളാണ് JTSA നടത്തിയത്. കുറ്റാന്വേഷകരും മാധ്യമപ്രവർത്തകരും നിർവഹിക്കേണ്ടിയിരുന്ന ധർമ്മം JTSAയിലെ മനീഷ സേഠിയും മറ്റ് പ്രവർത്തകരും കഠിനാധ്വാനത്തിലൂടെ നിർവഹിച്ചു. വസ്തുനിഷ്ഠ പഠനത്തിന് ഉദാഹരണമാണ് കഴിഞ്ഞയാഴ്ച ഇൻസ്പെക്ടർ MC ശർമ്മയുടെ മരണത്തെപ്പറ്റിയുള്ള കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് JTSA തയ്യാറാക്കിയ വിശദമായ രേഖ. കണിശതയോടെ സൂക്ഷ്മാംശങ്ങൾ വരെ വസ്തുതാപരമായിരിക്കാൻ ശ്രദ്ധിച്ച ഈ റിപ്പോർട്ടിൽ സംഭവസ്ഥലത്തിൻ്റെ രേഖാചിത്രമുണ്ട്. ഫ്ളാറ്റിൻ്റെയും കോണിപ്പടികളുടെയും കവാടങ്ങളുടെയും രേഖാചിത്രങ്ങളുണ്ട്. ഇടുങ്ങിയ വഴികളിൽ പോലീസ് കാവൽ എപ്രകാരമായിരുന്നു എന്ന് വരയിലൂടെ പുനഃസൃഷ്ടിക്കുന്നുണ്ട്. മരിച്ചവരുടെ ദേഹത്തുള്ള മുറിവുകളുടെ ഫോട്ടോ ഉണ്ട്. JTSAയുടെ വെബ്സൈറ്റിലും കാഫില.org പോലുള്ള സൈറ്റുകളിലും അവർ ഇതുവരെ ഇറക്കിയ റിപ്പോർട്ടുകളും പത്രക്കുറിപ്പുകളും വായിക്കാൻ കഴിയും. സത്യമേ എഴുതാവൂ എന്ന് നിർബന്ധമുള്ള മാധ്യമപ്രവർത്തകർ അവ ഒന്ന് പരിശോധിക്കുന്നത് നന്ന്. ഏതായാലും ആ ദാരുണ സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഒരു നാൾ പുറത്തു വരുമെങ്കിൽ അതിന് നന്ദി പറയേണ്ടി വരിക മാധ്യമ പ്രവർത്തകരോടാവില്ല, മനുഷ്യാവകാശ പ്രവർത്തകരോട് ആയി. ജാക്കി ചാൻ മരിച്ചിട്ടില്ല. ജൂൺ ഒടുവിൽ ലോകമെങ്ങും ഫേസ്ബുക്കിലൂടെ പരന്ന ചരമവാർത്ത തെറ്റായിരുന്നു. Jackie Chan is not dead. I repeat, Jackie Chan is not dead. I swear he's not. A rumor about the 59-year-old martial arts actor's വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ ഈ മെയ് 25 വീഡിയോയിൽ ജാക്കി ചാൻ്റെ മരണമാണ് ചർച്ച. അദ്ദേഹം മരിച്ചിട്ടില്ല. ഈ 59 വർഷത്തിനിടയ്ക്ക് ഒരിക്കലും അദ്ദേഹം മരിച്ചിട്ടില്ല. മരിച്ചെങ്കിൽ അത് അദ്ദേഹം നേർക്ക് നേരെ പറയുമല്ലോ. പരേതൻ മരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് ഇത് ആദ്യമല്ല. സ്വന്തം മരണവാർത്ത വായിക്കാൻ അവസരം കിട്ടിയ ഭാഗ്യശാലികളുടെ പട്ടികയ്ക്ക് കുറച്ച് നീളമുണ്ട്.
വിക്കിപീഡിയയിൽ നീണ്ട ഒരു പേജ് വരും ഇത്. ആ പട്ടികയിലേക്ക് ഇതാ നടി കനകയും. ജൂലൈ 30 കനക മരിച്ച വാർത്ത അവരറിയുന്നത് മാധ്യമങ്ങൾ പറയുന്നത് കേട്ടാണ്. അതങ്ങനെയാണ്. ആൾ ജീവിക്കണോ വേണ്ടേ എന്ന തീരുമാനം മാധ്യമങ്ങളുടേതാണ്. മുമ്പൊരിക്കൽ അങ്ങനെ വാർത്ത വായിച്ച ശേഷം നേരിട്ട് തന്നെ പത്രമാഫീസിൽ ചെന്ന് അറിയിച്ചു ഒരാൾ, ഇതേ ഞാൻ മരിച്ചിട്ടില്ല. സ്വന്തം വാർത്ത തിരുത്തുന്ന പ്രശ്നമില്ലെന്ന് പത്രാധിപർ. വേണമെങ്കിൽ താങ്കൾ ജനിച്ചു എന്ന് വാർത്ത കൊടുക്കാമെന്നായി അദ്ദേഹം. കാനേഷുമാരി കണക്ക് തെറ്റരുതല്ലോ. താൻ മരിച്ചിട്ടില്ലെന്ന് കനക ചെന്നൈയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. ചാനലുകളാണ് നടി മരിച്ചെന്നറിയിച്ചിരുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ அது பிரச்சரிച്ചു. அதை கேட்ட உடனே எல்லா பத்திரிகை நண்பர்களும் என் வீடு தேடி வந்து நீங்கள் இன்னும் உயிரோடு இருக்கீங்கன்னு சொல்லுங்கள், எங்களுக்கெல்லாம் ரொம்ப கஷ்டமாக இருக்குது. காலையில் கூட இந்த தினமலர் அவங்களும் வெப்சைட்டில் தான் வரும்போது அவங்களுக்கு நிறைய டாக்டர்ஸ் கூட சொல்லியிருந்தாங்களாம், நாங்கள் க்யூர் பண்ணுறோம், நாங்கள் டாக்டர்ஸ். நான் அந்த அளவுக்கு எனக்கு ஒரு ஆதரவு இருக்குதுன்னு சொல்லும்போது எனக்கு ரொம்ப சந்தோஷமாக இருக்குது. நான் நடிக்க விட்டு ரொம்ப காலங்கள் ஆச்சு. இப்போவும் என்னை ஞாபகம் வச்சுருக்காங்கன்னா அதுக்கு நான் ரொம்ப கொடுத்து வச்சுருக்கேன். മാർക്ക് ട്വെയിൻ ഒരു ഹാസ്യ സാഹിത്യകാരൻ മാത്രമല്ല, പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. 1897 അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു മരണശയ്യയിലായപ്പോൾ മാർക്ക് ട്വെയിൻ മരിച്ചെന്ന് ശ്രുതി പരന്നു. പിന്നെ 1907 വഞ്ചി മുങ്ങി അദ്ദേഹം മരിച്ചെന്ന് മറ്റൊരു വാർത്തയും വന്നു. പിറ്റേന്ന് ന്യൂയോർക്ക് ടൈംസിൽ അതിനെപ്പറ്റി അദ്ദേഹം ഒരു മിഡിൽ പേജ് എഴുതി. പത്രം മാത്രമുണ്ടായിരുന്ന കാലത്ത് ഒരാൾക്ക് 2 തവണ മരിക്കാൻ കഴിഞ്ഞു. ഒട്ടനേകം മാധ്യമങ്ങളുള്ള ഇക്കാലത്ത് അവസരങ്ങൾ ധാരാളം തുറന്നു കിടക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായി സരിത എസ് നായർ വിവാദവും മന്ത്രിസഭാ പ്രതിസന്ധിയും ചാനലുകളുടെ സമയവും പത്രങ്ങളുടെ ഇടവും കവർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ആരും കാണാതെ പോയ വാർത്തകളുണ്ട്. അവയിൽ ഒന്നിനെപ്പറ്റി പറയാം. ഹിന്ദു പത്രത്തിൽ ജൂലൈ 30 വന്ന ഒരു മുംബൈ വാർത്ത. സരിതയെക്കാളും മുഖ്യമന്ത്രിയുടെ പങ്കപ്പാടുകളെക്കാളും നമ്മുടെ വീടുകളിൽ വിഷയമാകേണ്ട ഇത് പക്ഷേ പല മാധ്യമങ്ങളും അറിഞ്ഞില്ല. ഹിന്ദു വാർത്ത ഇതാ: മുംബൈയിലെ കുട്ടിക്ക് പോളിയോ വാക്സിനിൽ നിന്ന് പോളിയോ ബാധ. ഇന്ത്യയിൽ ഇക്കൊല്ലം ഇത്തരത്തിൽ ബാധയേൽക്കുന്ന 4ാമത്തെ കുഞ്ഞ്. വാക്സിൻ ജന്യ പോളിയോ വൈറസ് VDPV 2ാം ടൈപ്പ് 9 മാസം പ്രായമുള്ള അർഷ് സിംഗിനെ ബാധിച്ചു. ഇത് വായിലൂടെ 5 തവണയായി നൽകിയ തുള്ളിമരുന്ന് എന്ന വാക്സിനിലൂടെയാണ്. കൈകാലുകൾ തളർന്ന അവനെ ഹോസ്പിറ്റലിലാക്കി. അവന് രോഗപ്രതിരോധ ശേഷി കുറവായതുകൊണ്ടാണത്രേ വാക്സിനിലെ വൈറസ് കുടലിൽ വെച്ച് ചത്തുപോകാതെ സജീവമായത്. ഇതിനു മുമ്പ് ഒഡീഷ, പുതുച്ചേരി, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു 3 കുഞ്ഞുങ്ങൾക്ക് പോളിയോ ബാധിച്ചത്. കഴിഞ്ഞ കൊല്ലം പശ്ചിമ ബംഗാളിലെ ഒരു കുഞ്ഞിനും ബാധിച്ചു. വായിലൂടെ കൊടുക്കുന്നതിന് പകരം ഇഞ്ചക്ഷൻ വഴി നൽകിയാൽ ഇത്തരം പ്രശ്നമില്ലെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങൾ പോളിയോ വാക്സിനെ പറ്റി മുമ്പ് നിലനിൽക്കുന്ന സംശയങ്ങൾക്ക് അടിവരയിടുന്നുണ്ട്. പോളിയോ ഒരു വലിയ ഭീഷണിയാണ്, അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. പോളിയോ വാക്സിൻ അതിന് പരിഹാരമാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. തുള്ളിമരുന്ന് വൈൽഡ് പോളിയോയെ തടയുമെന്നത് നേരാണ്. പക്ഷേ അതുതന്നെ വേറെ പോളിയോ വൈറസിനെ അകത്ത് കടത്തുന്നുണ്ടെന്ന് വിദഗ്ധർ. വാക്സിൻ വിദഗ്ധനായ ഡോക്ടർ മോറിസ് ഹിലമൻ മെർക്ക് കമ്പനിയുടെ വാക്സിൻ വിഭാഗത്തിന്റെ തലവനായിരുന്നു. 36 വ്യത്യസ്ത വാക്സിനുകൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. മുണ്ടിനീര്, റുബെല്ല, യെല്ലോ ഫീവർ തുടങ്ങിയവയ്ക്കുള്ള വാക്സിനുകൾ അതിൽപ്പെടും. ബോസ്റ്റണിലെ WGBH പബ്ലിക് ടെലിവിഷന് വേണ്ടി എഡ്വേർഡ് ഷോർട്ടർ തയ്യാറാക്കിയ ഒരു അഭിമുഖത്തിൽ ഹിലമൻ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടു. ഒന്ന്, എയ്ഡ്സ് വൈറസ് ആഫ്രിക്കയിൽ ജനപ്പെരുപ്പം കുറക്കാനുള്ള പടിഞ്ഞാറൻ ജൈവ ഭീകരതയുടെ ഭാഗമാണത്രേ. HIV വൈറസുകളെ അങ്ങോട്ട് കയറ്റിവിട്ടതാണ് എന്ന്. മറ്റൊന്ന്, മെർക്ക് കമ്പനി ലോകമെങ്ങും വിതരണം ചെയ്ത വാക്സിനുകളിൽ ക്യാൻസർ വൈറസ് അടങ്ങിയിരിക്കുന്നു എന്നും. അഭിമുഖത്തിൽ ഈ ഭാഗം അധികൃതർ സെൻസർ ചെയ്ത് ഒഴിവാക്കിയെങ്കിലും പിന്നീട് ഡോക്ടർ ഹൊറോവിറ്റ്സ് തയ്യാറാക്കിയ ഇൻ ലൈസ് വി ട്രസ്റ്റ് എന്ന വീഡിയോയിലൂടെ ആ ഭാഗം